ഹായ്, നമുക്കിന്ന് അടിപൊളി ഒരു സാമ്പാർ ഉണ്ടാക്കാം. ആദ്യം പച്ചക്കറിയൊക്കെ എടുത്തിട്ട് മുറിച്ചിട്ടിട്ട് കുറച്ച് പരിപ്പും എടുത്തിട്ട് കുക്കറിലിട്ട് വേവിക്കുക. വേവിക്കുന്നതിന് മുമ്പേ അതിലേക്ക് നമുക്ക് 2-3 സ്പൂൺ മല്ലിപ്പൊടി നമ്മൾ വീട്ടിൽ വറുത്ത് പൊടിച്ചതാണ് മല്ലിപ്പൊടി ഇടുന്നത്. പിന്നെ കൂടാതെ 1 സ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, അതുകൂടാതെ ഇഞ്ചി വെളുത്തുള്ളി ഇടുക, കുറച്ച് ഉപ്പിടുക, പിന്നെ അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി ഇടുക. ഇത്രയും ഇട്ടിട്ട് നമ്മൾ കുക്കറിൽ 2-3 വിസിൽ വേവിച്ചെടുക്കുക. വേവിച്ചതിന് ശേഷം അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മൾ തേങ്ങ ചിരണ്ടിയിട്ട് തേങ്ങ ഇതേപോലെ വറുത്തെടുത്തിട്ട് ഏകദേശം പകുതി വേകുന്ന ബ്രൗണിഷ് ആയ സമയത്ത് കുറച്ച് ഉഴുന്ന്, കുറച്ച് വെളുത്തുള്ളി, ഇതേപോലെ വെളുത്തുള്ളി ഇടുക. പിന്നെ ഉലുവയാണ് ഇടേണ്ടത്. അപ്പോൾ ഉലുവയ്ക്ക് പകരം ഞാൻ ഉലുവ പൊടിയാണ് ഇടുന്നത്. അതേപോലെ കുരുമുളകിന് പകരം കുരുമുളക് പൊടിയാണ് ഇടുന്നത്. ഇതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ കുരുമുളക് തന്നെ ഇട്ടാൽ മതി. കുറച്ച് ജീരകം ഇടുക. എന്നിട്ട് നന്നായിട്ട് ഗോൾഡൻ കളറാവുന്നവരെ ഇത് ഫ്രൈ ചെയ്തെടുക്കുക, തേങ്ങ വറുത്തെടുക്കുക. അതിനുശേഷം ഇത് അരച്ചിട്ട് പരിപ്പ് വെന്തതിലേക്ക് ചേർക്കുക. പരിപ്പ് വെന്തതിലേക്ക് ചേർത്തതിന് ശേഷം കുറച്ച് പുളി കുറച്ചാണ് എടുക്കാൻ പാടുള്ളൂ. കുറച്ച് പുളി ഇതിലേക്ക് എടുത്തിട്ട് ആഡ് ചെയ്യുക. കുറച്ച് പുളി അതേപോലെ കായവും ചേർത്തിട്ട് ഇതേപോലെ അതിലേക്ക് വറുത്തിടുക. കായമുളകൊക്കെ ഇട്ടിട്ട് കറിവേപ്പിലൊക്കെ ഇട്ട് വറുത്തിടുക. നല്ല അടിപൊളി ടേസ്റ്റി സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം അതേ ടേസ്റ്റായിരിക്കും നമുക്ക്. അപ്പോൾ നമ്മൾ കടയിൽ ഒരു സാമ്പാർ